എന്റെ ചുറ്റിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കും അറിയിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ബിഗ് ബോസിന് ശേഷം എന്താ പറയാ നമ്മുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നേരത്തെ അങ്ങനെയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല. എനിക്കും അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ട് മീൻസ് ഞാനിപ്പോ എല്ലാരോടും അങ്ങനെ ഭയങ്കര, നേരത്തെ എന്ന് വെച്ചാൽ ഞാനൊരു മണ്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് അങ്ങനെ ആണെങ്കിലും നേരത്തെ എന്ന് വെച്ചാൽ എല്ലാരെയും പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് കമ്പനിയാവും, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും, അങ്ങനെയൊക്കെ. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഏഷ്യനെറ്റിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർ ഈ ഇടയ്ക്ക് എന്നോട് പറയായിരുന്നു, റനീഷ മാത്രം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മനസ്സിലാക്കാൻ പറ്റില്ല, എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഇന്റർഫിയർ ചെയ്യാറില്ല. എല്ലാവരുമായിട്ടും എന്നാൽ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര മച്ചാ കമ്പനിയൊക്കെ ആണെങ്കിൽ പോലും എന്നെ കുറിച്ച് അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഷോക്കായി, അതെന്താ അങ്ങനെ, എനിക്ക് അറിഞ്ഞൂടാ. അത് ചിലപ്പോ വന്നൊരു ചേഞ്ച് ആയിരിക്കും. ഒരു സേഫ് സോൺ അങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കേണ്ട ഒരു സമയം എടുത്ത് ആളുകളെ ഒബ്സർവ് ചെയ്ത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ സർക്കിൾ ഭയങ്കര, ഞാൻ കുറച്ച് മിനിമൽ ആക്കിന്ന് തോന്നുന്നു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഞാൻ ആ സർക്കിളിലോട്ട് അങ്ങനെ, ഇപ്പൊ എന്താ പറയാ, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്ന പോലെ എന്റെ സർക്കിൾ ഇച്ചിരി ചെറുതായ പോലെ എനിക്കൊരു ഫീൽ. പക്ഷെ ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. അതിന് ബിഗ് ബോസ് കൊണ്ടുവന്ന മാറ്റമാണോ എന്നും പറയാൻ പറ്റില്ല. ഒരു ഏജ് അറ്റൻഡ് ആവുമ്പോൾ നമുക്ക് ചില ഒരു റിഫ്ലക്ഷൻ പോലെ ചേഞ്ചസ് വരാറുണ്ട്, ചിലപ്പോ അതുമായിരിക്കാം. ഈ സർക്കിളില് വരാൻ വേണ്ടിട്ട് ഒരു സുഹൃത്ത്, അപ്പൊ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്നാണല്ലോ നമ്മൾ ഒരാളെ വരുന്നത്. എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും റനീഷ് ഒബ്സർവ് ചെയ്യണം? ബാക്ക് സ്റ്റാബിങ് ചെയ്യാൻ പാടില്ല, പിന്നെ ഡബിൾ സ്റ്റാൻഡ് പറ്റില്ല. ഇപ്പൊ എന്റെ അടുത്ത് നന്നായി ചിരിച്ച് കളിച്ച് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറുമ്പോ അങ്ങനെ സംസാരിക്കുന്നവര് വേണ്ട. എന്താണെങ്കിലും എന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി പറയണം. അങ്ങനെ ഒരു ഡബിൾ ഫേസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താ, ഇത്രയൊക്കെയല്ലേ, ഒരു ലോയൽ ആയിരിക്കണം. അത് ഇതെല്ലാം സെയിം മീനിങ്ങിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ഫേസസ് ആണ്. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പില് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. എന്തും ഷെയർ ചെയ്യാൻ പറ്റണം. അത് ലീക്ക് ചെയ്യുന്ന പോലത്തെ ഒരാളാവരുത്. നമ്മളെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ അത് ഭയങ്കര സേഫ് ആയിരിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മളൊന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനിപ്പോ ചിക്കുവിന്റെ അടുത്തൊരു കാര്യം പറയാം, ചിക്കു അത് 4 ആളോട് പറഞ്ഞു എന്ന് വെച്ചാൽ എന്നാ പിന്നെ എനിക്ക് തന്നെ അവരോട് പോയി പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ക്വാളിറ്റീസ് ആണ്. എനിക്കിപ്പോഴും കുറെ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അറിയാം, നമ്മുടെ പഴയ കാല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നു സർക്കിളിൽ ഉണ്ടാവുക. കാരണം നമ്മൾ പുതിയൊരു ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടാലും എനിക്ക് തോന്നുന്നു വളരെ 1 or 2 മാത്രമേ സർക്കിൾ ആഡ് ആയിട്ടുള്ളൂ. ഇപ്പൊ കോളേജിലൊക്കെ നോക്കിയെന്ന് വെച്ചാൽ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോഴും നോക്കിയാൽ സ്കൂൾ ഫ്രണ്ട്സിൽ ഇഷ്ടംപോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞ് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള വേർഡ് പറയുമ്പോ തന്നെ എനിക്ക് പേടിയായി, എവിടെന്നാ ട്രോളാന്ന് പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനത്തെ ഉള്ള എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ.